ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് CPIM MLA ദലീമ ജോജോ. ആലപ്പുഴയിൽ ഈ മാസം 11-ന് നടന്ന പരിപാടിയിലാണ് CPIM MLA പങ്കെടുത്തത്. ചാരിറ്റി സംഘടനയുടെ പരിപാടിയിലാണ് പങ്കെടുത്തതെന്നാണ് ദലീമയുടെ വിശദീകരണം. ഞാൻ അവിടെ കനിവ് എന്ന് പറയുന്ന ചാരിറ്റി ചെയ്യുന്ന സംഘടന അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പാവപ്പെട്ടവന് വേണ്ടി ഒരു ആംബുലൻസ് കിട്ടുന്നുണ്ട്, അതിന്റെ താക്കോലൊന്ന് നിർവഹിക്കണം എന്ന് പറഞ്ഞു. ചാരിറ്റി ആരെന്ത് ചെയ്താലും അവിടെ മറ്റൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ചാരിറ്റി അല്ലേ. പാവപ്പെട്ടവന് വേണ്ടി എന്ത് ചെയ്യുന്നതിൽ അതിൽ എന്ത് ചിന്തിക്കാനാണ്? നന്മകൾ ചെയ്യുന്നത് നല്ലതായിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. ഈ മാസം 11-നാണ് അരൂർ വടുതല കനിവ് സെന്ററിൽ ഈ ദലീമ ജോജോ, അരൂർ MLA ദലീമ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കനിവ് ചാരിറ്റി സൊസൈറ്റിയുടെ പരിപാടിയിലാണ് പങ്കെടുത്തത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള ചാരിറ്റി സൊസൈറ്റിയുടെ പരിപാടിയിലാണ് പങ്കെടുത്തത്. ഈ പരിപാടിയിൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ചത് തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ തുറന്നു കാട്ടുന്ന ഒരു ദൌത്യം CPM പല വേദികളിൽ എടുത്തിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ അത് പല വേദികളിൽ ജമാഅത്തെ ഇസ്ലാമി എന്ത് ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് സംബന്ധിച്ച് ഏറെ വിമർശനം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ തുറന്നു കാട്ടിക്കൊണ്ട് വലിയ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് CPM MLA കൂടിയായ ദലീമ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. ഈ ഒരു പരിപാടിയിൽ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി ആണെന്ന് അറിയാതെ ആയിരിക്കില്ല ചിലപ്പോൾ പോയിരിക്കുക. പ്രത്യേകിച്ചും നമുക്കറിയാം അതിന്റെ ഉദ്ഘാടകൻ കേരള അമീർ കൂടിയായ മുജീബ് റഹ്മാനാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു പരിപാടി ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള കനിവ് ചാരിറ്റി സംഘടന നടത്തുന്ന പരിപാടിയാണെന്ന ഒരു ധാരണയോട് തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദലീമ ജോജിയുടെ വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ചാരിറ്റി സംഘടനയുടെ പരിപാടി ആയതിനാണ് പങ്കെടുത്തത്. നന്മ മാത്രമേ കണ്ടുള്ളൂ, പ്രശ്നമാക്കേണ്ടതില്ല. ചാരിറ്റിക്ക് വേണ്ടി ആര് വിളിച്ചാലും പോകുമെന്നാണ് ദലീമയുടെ വിശദീകരണം. നേരത്തെ ഗൂഗിൾ പറഞ്ഞ പോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ വലിയ വിമർശനമാണ് CPM ഉന്നയിക്കുന്നത്. കാരണം ഈ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ തന്നെ വാർത്തകളിൽ നിർണ്ണയിക്കുന്ന സമയത്ത് കൂടിയാണ് ദലീമ ഇത്തരമൊരു വേദിയിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ ഏതൊക്കെ വേദികളിൽ CPMന് ഇത്തരമൊരു കാര്യം പറയാൻ സാധിക്കുമോ അവിടെയെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവിനെ വലിയ വിമർശനമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഉന്നയിക്കുന്നത്. അതിനിടയിലാണ് CPM MLA ഈ വേദി പങ്കെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ മാസം 11-നായിരുന്നു പരിപാടി നടന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുക മാത്രമല്ല പിന്നണി ഗായിക കൂടിയായ അരൂർ MLA ഒരു പാട്ടും പാടിയാണ് ആ വേദിയിൽ നിന്ന് മടങ്ങിപ്പോയത്. എന്തായാലും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും CPM ഇതിലൊരു വിശദീകരണം ചോദിക്കാനാണ് സാധ്യത. നിലവിൽ ഇതുവരെ CPM അത്തരമൊരു വിശദീകരണം ദലീമിൽ നിന്ന് ചോദിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോകുൽ.